Divine Thoughts, a journey to the innermost recesses of our soul. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിക്കുദാശ കാലത്തെ അവസാനത്തെ ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയം വന്നവനും വരാനിരിക്കുന്നവനുമായ ദാവീദിന്റെ പുത്രനായ ഈശോ മിശിഹായാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലെ അദ്ദായി മാറി അനാഫ്രയിലെ രണ്ടാമത്തെ ഗേഹന്ത പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ ആലപിക്കുന്ന ഓശാന ഗീതത്തിൽ ഇപ്രകാരം ഒരു ഭാഗമുണ്ട്. ദാവീദിന്റെ പുത്രൻ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു, ഉന്നതങ്ങളിൽ ഓശാന. ഓശാന നമ്മൾ ആലപിക്കുന്നത് ദാവീദിന്റെ പുത്രനാണ്. ദാവീദിന്റെ പുത്രനെ കുറിച്ച് രണ്ട് വിശേഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്: വന്നവനും വരാനിരിക്കുന്നവനും. വന്നവൻ എന്നത് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച നസറായനായ കുറിച്ചാണ്. ദാവീദിന്റെ പുത്രനായിട്ടാണ് നസറായനായ ഈശോ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് റൂഹാദ് കുദിശായാൽ ജന്മമെടുക്കുന്നതും ഈ ഭൂമിയിൽ 33 വർഷക്കാലം ജീവിച്ച് മനുഷ്യരായ നമ്മുടെ രക്ഷ തൻ്റെ സഹന മരണോത്ഥാനങ്ങളിലൂടെ സാധിച്ചതും. ഇനി രണ്ടാമത്തെ വിശേഷണം വരുവാനിരിക്കുന്നവനെന്നുള്ളതാണ്. വരുവാനിരിക്കുന്ന ആ മിശിഹായെക്കുറിച്ച്, മനുഷ്യനായി അവതരിച്ച മിശിഹ തന്നെ മഹത്വപൂർണനായ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനാണ്. അതേ മഹത്വത്തോടുകൂടി ലോകത്തിൻ്റെ അവസാനത്തിൽ, യുഗത്തിൻ്റെ അന്ത്യത്തിൽ വരാനിരിക്കുന്നത്. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനായിട്ടും നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് പ്രവേശിപ്പിക്കുവാനുമായിട്ട്. അപ്പോൾ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ ദാവീദിന്റെ പുത്രനാണ്. ഈ ദാവീദിന്റെ പുത്രനാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓശാന പാടുന്നത്. ഈ ഞായറാഴ്ചത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളാണ്. 22-ാം അധ്യായത്തില് വിവരിക്കപ്പെട്ട സംഭവങ്ങൾ, 22-ാം അധ്യായത്തിൽ പല ഉപമകൾ ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദേവാലയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് യഹൂദ പുരോഹിതരും പ്രമാണികളും ഫരിസയരും എല്ലാം ഈശോയോട് അവിടുത്തെ അധികാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തൻ്റെ അധികാരം വ്യക്തമാക്കാൻ വേണ്ടി ഈശോ വ്യത്യസ്തമായ ഉപമകൾ പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഫരിസയര് ഹെറോദിനെയും ഒക്കെ കൂട്ടി ഈശോയെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സീസറിന് നീതി കൊടുക്കുന്നത് നീതിയുക്തമാണോ ശരിയാണോ എന്നുള്ള ചോദ്യവുമായി എത്തുന്നത്. അപ്പോൾ സീസറിനും ദൈവത്തിനും കൊടുക്കുവാൻ പറഞ്ഞുകൊണ്ട് അവിടെ അവരെ ഉത്തരം മുട്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ വീണ്ടും സദൂക്കായരെ ഈശോ സമീപിച്ച് ചോദിച്ചു. പുനരുത്ഥാനമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു കെട്ടുകഥ ചമച്ച് ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യവുമായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സദൂക്കായരെയും ഈശോ വാക്കിൽ മുട്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, 34 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈശോയുടെ പക്കൽ വരുന്ന പരിസയരിൽ തന്നെയുള്ള ചില നിയമജ്ഞര് കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്നുള്ള ചോദ്യവുമായി എത്തുന്നത്. അവിടെ നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഈശോ ഉത്തരം നൽകി. അങ്ങനെ പരിസയരെയും സദ്ദുക്കായരെയും നിയമജരെയും എല്ലാം ഈശോ അവരുടെ തന്നെ വാക്കിൽ കുടുക്കി കഴിയുമ്പോൾ, അവരെ വാക്ക് മുട്ടിച്ച് കഴിയുമ്പോഴാണ് ഈശോ തന്നെ ഇവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. തനിക്ക് ചുറ്റും കൂടിയിരുന്ന ഫരിസയരോട് ചോദിക്കുകയാണ്. ഫരിസയർ അവിടത്തേക്ക് ചുറ്റും കൂടിയിരുന്നത് ആദിമസഭയിലെ പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പറയുന്നത് പോലെ ഈശോയിൽ എന്തെങ്കിലും പഠിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്ന്. അപ്പോൾ അങ്ങനെ കൂടിയിരുന്ന ഫരിസയര് അവരെ കൊണ്ട് അവർക്കറിയാമായിരുന്നു നിയമം അറിയാം, മോശയുടെ നിയമം അറിയാമെന്ന് കരുതിയിരുന്നവരാണ് അവരെ കൊണ്ട് തന്നെ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, ദാവീദിന്റെ പുത്രനാണെന്ന് പറയിക്കുവാൻ വേണ്ടി ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മിശിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണല്ലോ, ഈ മിശിഹായെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അവൻ ആരുടെ പുത്രനാണ്? അവരൊറ്റ സ്വരത്തിൽ മറുപടി പറഞ്ഞു, അവൻ ദാവീദിന്റെ പുത്രനാണ്. ഇത് പറയുവാൻ അവർക്ക് ഇരുന്നത് പഴയ നിയമത്തില് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങളിൽ ദൈവം ദാവീദിന് നൽകിയിരുന്ന വാഗ്ദാനമാണ്. ദാവീദിനോട് ദൈവം അവിടെ പറയുന്നുണ്ട്, നിനക്കൊരു പുത്രൻ ജനിക്കും, അവനാണ് എനിക്ക് ആലയം പണിയുന്നത്, അവന്റെ രാജ്യസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, അവൻ നിത്യരാജാവായിരിക്കും,
യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അത് കഴിഞ്ഞ് 2 സാമുവേൽ 7:14 ഒരു കാര്യം കൂടി ദൈവം കൂട്ടിച്ചേർത്തു. അവൻ എനിക്ക് പുത്രനായിരിക്കും, ഞാൻ അവന് പിതാവായിരിക്കും. ആർക്ക്? ജനിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന ദാവീദിന്റെ പുത്രന് ദൈവം തന്നെ പിതാവായിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഒരേ സമയം ദാവീദിന്റെ പുത്രനും ദൈവത്തിന്റെ പുത്രനുമായിട്ടാണ് മിശിഹ രക്ഷകൻ വരാനിരിക്കുന്നത് എന്ന് മിശിഹായ്ക്ക് 10 നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സങ്കീർത്തകനായ ദാവീദ്, ഈ വാഗ്ദാനം ലഭിച്ച ദാവീദ് തന്നെയാണല്ലോ മുഖ്യ സങ്കീർത്തനങ്ങളുടെയും കർത്താവ്. ഈ ദാവീദ് 110-ാം സങ്കീർത്തനത്തില് ഈ മിശിഹായെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുകയാണ്, മിശിഹായുടെ മഹത്വത്തെക്കുറിച്ച് കണ്ടുകൊണ്ട് പറയുകയാണ്, കർത്താവ്, ദൈവമായ കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന്. യഥാർത്ഥത്തിൽ മിശിഹായുടെ സ്വർഗീയ മഹത്വത്തെക്കുറിച്ച്, അതായത് സഹനമരണോത്ഥാനങ്ങൾക്ക് ശേഷം പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹായുടെ മഹത്വത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദീർഘദർശനമുണ്ടായിരുന്ന ദാവീദ് റൂഹായാൽ പ്രചോദിതനായിട്ട് പറയുന്നതാണ്, കർത്താവിനോട് എന്തരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം, അതായത് തിന്മയുടെ ശക്തിയെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുവോളം നീ എന്റെ വലതുവശത്തിരിക്കുക എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ മനുഷ്യനായി അവതരിച്ച പുത്രൻ തമ്പുരാൻ ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്ന ദൈവിക മഹത്വം, പിതാവിന്റെ ആ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ദാവീദ് മുൻകൂട്ടി പറഞ്ഞത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ദാവീദ് പറയുന്ന ആ വാചകം എന്താണ് പറയുന്നത്? കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു. അപ്പോൾ പരിസയരും നിയമജനം പറഞ്ഞു, വരാനിരിക്കുന്നവൻ മിശിഹ ദാവീദിന്റെ പുത്രനാണ് എന്ന്. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, 22-ാം അധ്യായം 41-ഉം 43-ഉം വാക്യങ്ങളിൽ അവിടുന്ന് ചോദിക്കുകയാണ്, 43-ഉം 45-ഉം വാക്യങ്ങളിൽ ചോദിക്കുകയാണ്, ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കാൻ എങ്ങനെ സാധിക്കുന്നത്? ദാവീദിന്റെ പുത്രനാണ് എങ്കിൽ, മിശിഹ ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് തന്നെയും ഈ മിശിഹായെ എങ്ങനെ കർത്താവെന്ന് വിളിക്കുന്നു? ഈശോ ഇത് ചോദിക്കുമ്പോൾ അവരെ കൊണ്ട് ആ മിശിഹ, ഈ ദാവീദിന്റെ പുത്രനായ ഈശോ മിശിഹായ ആണ് എന്നുള്ള സത്യം, അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്നുള്ള സത്യം നിഷേധിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആഗസ്തിനോസ്, സഭാപിതാവായ ആഗസ്തിനോസ് പറയും, ദാവീദിന്റെ പുത്രൻ എന്ന സത്യം നിഷേധിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് ഈ ദാവീദിന്റെ പുത്രൻ ദാവീദിന്റെയും കർത്താവാണ് എന്നുള്ള സത്യം വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു എന്ന്. ആഗസ്തിനോസ് പിതാവ് പറയും, അസ്തിത്വത്തിൽ എന്നും മനുഷ്യൻ ദാവീദിന്റെ പുത്രനായി ജനിച്ചവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു, ദാവീദിന്റെ കർത്താവായിരുന്നു. ത്രിത്വത്തില് ഒരാളായിരിക്കുന്ന, എന്നും ദൈവമായിരിക്കുന്ന അവിടുന്ന് ദാവീദിന്റെ കർത്താവാണ്, ദാവീദിന്റെ ദൈവമാണ്. ചരിത്രത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് റൂഹായാൽ അവൻ ജന്മമെടുത്തപ്പോൾ മാത്രമാണ് അവൻ ദാവീദിന്റെ പുത്രനായത്. ഈ പരിമിതമായ സമയത്തില് ചരിത്രത്തിൽ ഈ ദാവീദിന്റെ പുത്രനായി തീർന്നെങ്കിലും അവൻ എന്നും ദാവീദിന്റെ കർത്താവാണ് എന്ന് ആഗസ്തിനോസ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദൈവമായ കർത്താവ്, പിതാവായ ദൈവം എന്റെ കർത്താവായ, എന്റെ മിത്രനും എന്റെ കർത്താവുമായ മിശിഹായുടെ അരുൾ ചെയ്തു, നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന്. ദാവീദിന്റെ പുത്രനാണ് മിശിഹ, മനുഷ്യനായി അവതരിച്ച ഈശോ എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. ഈശോയുടെ വംശാവലി വിവരണത്തിൽ തന്നെ, അത് മത്തായിയുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിലെ ആദ്യത്തെ 17 വാക്യങ്ങളിലാണെങ്കിലും ലൂക്കായുടെ സുവിശേഷത്തില് 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലാണെങ്കിലും 2 സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് ഈശോയെ അവതരിപ്പിക്കുന്നത് ദാവീദിന്റെ പുത്രനായിട്ടാണ്. ഈശോ ആ ദാവീദിന്റെ പുത്രനായി ജനിക്കുന്നത് യൗസേപ്പുമായുള്ള ബന്ധത്തിലൂടെയാണ്, നിയമപരമായിട്ട് മാത്രമാണ്, ശാരീരികമായിട്ടല്ല എന്ന് നമുക്കറിയാം. ദാവീദിന്റെ പുത്രനാണ് എന്ന് സ്ഥാപിക്കുന്നത്, തെളിയിക്കുന്നത് പഴയ നിയമ പുതിയ നിയമ ബന്ധങ്ങളെ കാണിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥം, ഈ ദാവീദിന്റെ സിംഹാസനത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, ഇസ്രായേൽ ഭവൻ, യാക്കോബിന്റെ ഭവനത്തിന്മേൽ നിത്യം രാജാവായി വാഴുന്ന ഒരു പുത്രൻ ദാവീദിന് ജനിക്കുമെന്ന്. ആ ദാവീദിന്റെ പുത്രൻ ഈശോയാണ്. അഥവാ ദാവീദിന്റെ ആ സിംഹാസനത്തിന്, നിത്യം നിലനിൽക്കുന്ന സിംഹാസനത്തിന് അർഹനായിട്ടുള്ളവൻ, യോഗ്യനായിട്ടുള്ളവൻ, അത് മനുഷ്യനായി അവതരിച്ച ഈശോയാണ് സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ പ്രസംഗ വിഷയം ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിത്യരാജ്യമാണ്. ദാവീദിനോട് പറഞ്ഞിരുന്നത് അവന്റെ പുത്രൻ നിത്യം ഭരിക്കുന്ന രാജാവായിരിക്കുമെന്നാണല്ലോ. നിത്യം ഭരിക്കുന്നത് ദൈവം മാത്രമാണ്, നിത്യനായിരിക്കുന്നവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് നിത്യമായ ഈ രാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നതും. ഈശോ പ്രസംഗം ആരംഭിക്കുന്നതിന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ.
ഈ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവാനാണ്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെയും തന്നിൽ വിശ്വസിച്ചവരെയും എല്ലാം ആഹ്വാനം ചെയ്തത്. സകല മനുഷ്യരെയും ഇന്നും ആഹ്വാനം ചെയ്യുന്നത് മിശിഹ വിഭാവനം ചെയ്ത, തൻ്റെ പ്രഘോഷണത്തിലൂടെ ആരംഭിച്ച് സനമരണോത്ഥാനങ്ങളിലൂടെ പൂർത്തിയാക്കിയ തൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കുവാനിരിക്കുന്ന ആ ദൈവരാജ്യം, അതേക്കുറിച്ച് പഠിപ്പിക്കുവാനായിരുന്നു അവിടുന്ന് ഉപമകളെല്ലാം അരുളി ചെയ്തത്. അപ്പോൾ ഈ ദൈവരാജ്യം എന്നത് നിത്യരാജ്യം. ഇത് ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന, അതായത് ദാവീദിന്റെ പുത്രന് നൽകുമെന്ന്, അല്ലെങ്കിൽ ദാവീദിന്റെ പുത്രനെ കുറിച്ച് ദാവീദിനോട് ദൈവം പറഞ്ഞിരുന്ന ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. ഈശോ കുറിച്ച് ദാവീദിന് നൽകപ്പെട്ടിരുന്ന ഈ വാഗ്ദാനമാണ് ഈശോ ഇവിടെ ഉദ്ധരിക്കുന്നത്. 41 മുതൽ 44 വാക്യത്തിലാണ്, 22-ാം അധ്യായം 44 വാക്യത്തിലാണ് ഈ ദാവീദ് പറഞ്ഞ കാര്യം, സങ്കീർത്തനം 110 പറഞ്ഞ കാര്യം ഈശോ ഉദ്ധരിക്കുന്നത്. അതിന് തൊട്ട് മുൻപും പിൻപുമുള്ള വാചകങ്ങളിൽ 44-ലും 45-ലും 43-ലും 45-ലും ഈശോ ചോദിക്കുന്നുണ്ട്, ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നെങ്കിൽ അവൻ എങ്ങനെ ദാവീദിന്റെ പുത്രനാകുമെന്ന്. ഇതിന്റെ അടിസ്ഥാനം നമുക്ക് കാണാൻ പറ്റുന്നത് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12-14 വാക്യങ്ങളിൽ മാത്രമാണ്. അവിടെയാണ് ഇതിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. അപ്പോൾ ഈ 2 പഴയ നിയമ ഭാഗങ്ങൾ വ്യക്തമായി മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങളും ദാവീദിന്റെ തന്നെ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സങ്കീർത്തനം 110-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്രകാരം ദാവീദിന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരുന്നത് അത് ഭാഗികമായിട്ട് സോളമനിലാണത് പൂർത്തിയാകുന്നത് നമുക്കറിയാം. പക്ഷെ സോളമൻ അല്ലായിരുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട ദാവീദിന്റെ പുത്രൻ. ശാരീരികമായിട്ട് ദാവീദിന്റെ പുത്രൻ സോളമനായിരുന്നു. ഈ സോളമൻ കർത്താവിന്റെ ആലയം പണിയുമ്പോൾ ഈ വാഗ്ദാനത്തെക്കുറിച്ച് ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്. കർത്താവിന് വേണ്ടി ആലയം പണിയുമ്പോൾ കർത്താവ് സോളമനോട് പറയുന്നുണ്ട്, നീ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും പ്രമാണങ്ങൾ അനുവർത്തിക്കുകയും അവ വ്യാപരിച്ച് എല്ലാ കൽപ്പനകളും കാക്കുകയും ചെയ്താൽ ദാവീദിനോട് ഞാൻ ചെയ്ത ഉടമ്പടി, എൻ്റെ വാക്ക് ഞാൻ തീർച്ചയായും ഉറപ്പിക്കും, അത് പൂർത്തിയാക്കുമെന്ന്. അതോടൊപ്പം തന്നെ ദൈവം പറയുകയാണ്, ഇസ്രായേലിന്റെ മധ്യേ ഞാൻ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അത് പറഞ്ഞു കഴിയുമ്പോൾ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സോളമൻ ആലയത്തിനുള്ളിൽ, അവൻ പണിയുന്ന ദേവാലയത്തിനുള്ളിൽ ഈ ഉടമ്പടി പേടകം സ്ഥാപിക്കുന്നത്, വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നത്. വാഗ്ദാന പേടകത്തിലെ പ്രഥമ സ്ഥാനത്തിരുന്നത് ഉടമ്പടിയുടെ പ്രമാണങ്ങൾ എഴുതിയ കൽപ്പന എന്നല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വേണം രണ്ടാമത്തെ വായന. എസെക്കിയേലിന്റെ പുസ്തകം 43-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ കിഴക്കേ പടിപ്പുരയിൽ കൊണ്ട് നിർത്തിയിട്ട് കർത്താവിന്റെ ദൂതൻ എസെക്കിയേലിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, കിഴക്ക് നിന്ന് വരുന്ന കർത്താവിന്റെ മഹത്വം, അത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വമാണ്, അത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് എസെക്കിയേൽ കാണുന്നത്. ഭൂമി അവിടുത്തെ മഹത്വം കൊണ്ട് പ്രകാശിച്ചു എന്നാണ് എസെക്കിയേൽ പറയുന്നത്. അവിടെ ദൈവം പറയുന്നുണ്ട്, എൻ്റെ സിംഹാസനവും പാദപീഠവും എന്നും ഇസ്രായേൽ മക്കൾക്കിടയിലായിരിക്കും. സോളമനോട് കർത്താവ് വാഗ്ദാനം ചെയ്തല്ലോ, ആലയത്തിൽ നീ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ ഞാനെന്ന് വസിക്കുമെന്ന്. ആ കാര്യം തന്നെയാണ് എസെക്കിയേലിലും ദൈവം പറയുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പ്രവേശിക്കുന്നത് ഈ കിഴക്കേ വാതിലിലൂടെയാണ്. സഭാപിതാക്കന്മാർ ഈ കിഴക്കേ വാതിൽ അത് പരിശുദ്ധ കന്യാമറിയമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതും നമുക്ക് സുപരിചിതമാണ്. രാജാവ് പ്രവേശിക്കുന്നത്, രാജാവായി വരുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ജന്മമെടുത്തുകൊണ്ടാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ ഹെബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ ആദ്യത്തെ ഉടമ്പടിയെക്കുറിച്ച് സൂചനയുണ്ട്. ആദ്യത്തെ ഉടമ്പടി മോശി ഉറപ്പിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. രക്തത്താലാണ് ഉറപ്പിക്കുന്നത്. രക്തത്തിന്റെ പകുതി ജനത്തിന്മേലും പകുതി ബലിപീഠത്തിന്മേലും തളിച്ചുകൊണ്ട് അങ്ങനെ ആ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. പക്ഷെ ആ ഉടമ്പടി ഇസ്രായേൽ ജനം ലംഘിച്ചത് കൊണ്ടാണ് ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് ജെറമിയ പ്രവാചകനിലൂടെ 31-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് പോലെ ദൈവം ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് വാഗ്ദാനം ചെയ്തത്. ആ പുതിയ ഉടമ്പടി ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈശോയുടെ രക്തത്താലാണ്. ഈശോയുടെ പുതിയ നിയമ കുഞ്ഞാടായ മിശിഹായുടെ രക്തത്തിലൂടെയാണ്. അപ്പോൾ അതേക്കുറിച്ചാണ് ഏകവും നിത്യവുമായ ആ ബലി അർപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈശോ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി തീർന്നത് എന്നും, രക്തം ചിന്താതെ പാപമോചനമില്ല, നമ്മുടെ പാപത്തിന്റെ മോചനത്തിനായിട്ടാണ്, അല്ലെങ്കിൽ നമ്മെ എല്ലാവരെയും രക്തത്താൽ, തന്റെ സ്വന്തം രക്തത്താൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് മിശിഹ അതിവിശുദ്ധ സ്ഥലത്തേക്ക് സ്വന്തം രക്തവുമായിട്ട് സ്വന്തം ശരീരവുമായി പ്രവേശിച്ചത്. സ്വന്തം ശരീരമാകുന്ന
ിലൂടെ അവൻ ശ്രീകോവിലേക്ക് പ്രവേശിച്ചു എന്നാണല്ലോ ഹെബ്രായ ലേഖകൻ പറയുന്നത്. അപ്പോൾ ആ ഏകവും നിത്യവുമായ ബലിയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മിശിഹായുടെ ആ പെസഹ രഹസ്യം മുഴുവൻ്റെയും ആഘോഷവും അനുസ്മരണവുമായ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം മുഴുവൻ്റെയും ഒരു സംഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കുന്നത് ദൈവപുത്രനായ ഈശോയിലാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അതേസമയം തന്നെ മനുഷ്യപുത്രനായിട്ട് അവൻ ജനിച്ചു, ഭൂമിയിൽ ജീവിച്ചു. തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ താൻ സ്വീകരിച്ച ശരീരത്തിലേറ്റ സഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ നമ്മുടെ രക്ഷ സാധിക്കുകയും ചെയ്തു. ആ രഹസ്യമാണ്, ആ പെസഹ രഹസ്യമാണ്, മനുഷ്യാവതാര രഹസ്യമാണ്, രക്ഷാകര ചരിത്രം മുഴുവനുമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിവ്യരഹസ്യത്തിൻ്റെ പരികർമ്മത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഈ രക്ഷയ്ക്ക് നമുക്കും പാത്രീഭൂതരാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.